ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അതായത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് നിങ്ങൾ കാണുകയാണ്, വിഷ്ണു ഇസ് ബാക്ക് ഫ്രോം ദുബായ്. കൂടാതെ ഇപ്പോൾ കുട്ടനും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ പഴയ ഗ്യാങ് എത്തിയിട്ടുണ്ട്. യെസ്, വിഷ്ണു ഇസ് ബാക്ക്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. കുട്ടൻ ബാംഗ്ലൂരിൽ നിന്നാണ്. പക്ഷെ വിഷ്ണു വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടൻ അവിടെ വന്നിരിക്കും. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളെ കാണാൻ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കുട്ടി. അനുകുട്ടി പൊട്ടിക്ക് പോയിരിക്കാണ് ഫോർ എ ടൈം. അപ്പോൾ വിഷ്ണു എത്തിയതേ ഉള്ളൂ. ഇന്ന് ഏർലി മോർണിംഗ് ആണ് എത്തിയത്. പക്ഷെ ഭാഗ്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ ഇറങ്ങിയോണ്ട് എത്താൻ പറ്റി. പക്ഷെ അവിടെ ഈ ന്യൂസിലൊക്കെ കാണിക്കുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നതും. പിന്നെ പ്രശ്നങ്ങൾ ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് ടൈമിന് ഒരു ഫ്ലൈറ്റ് അവൈലബിലിറ്റി വന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റ് പഴയതുപോലെ അത്രയും ഫ്രീക്വൻസി ഇല്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നല്ല എണ്ണം കുറച്ചു നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ്. അതെ അതെ. പക്ഷെ സേഫ് ആണ്. പക്ഷെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നും പലരും എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വലിയ സന്തോഷമുണ്ട്. ദുബായിൽ ഇപ്പോ നിലവിൽ ഇന്നത്തെ ആക്ച്വലി പറഞ്ഞാൽ ഓടി വന്നതൊന്നുമല്ല, അവിടെ അവർക്ക് ലീവ് അല്ല, എനിക്ക് ലീവ് ഡിക്ലെയർ ചെയ്തു. അവിടെ പ്രീപോൺ ചെയ്തു, സ്പ്രിംഗ് ബ്രേക്ക്. അങ്ങനെ അവധിയായി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കുന്നതിനേക്കാൾ ഇങ്ങ് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബോറടിക്കുക, ഒറ്റയ്ക്കായി പോകുന്നു വിചാരിച്ചിട്ട്. അതായത് ജോലി ഒക്കെ പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ബോറിംഗ് ആവില്ലേ, അതുകൊണ്ടാണ് വിഷു. പിന്നെ വിഷുവിന് ഭയങ്കര വിഷമമുണ്ട് യു എ ഈ സമയത്ത്. ഈ സാഹചര്യത്തിൽ ഞാൻ അവിടെ നിൽക്കേണ്ട ഒരാളല്ലേ ഇത്. പാപ്പയുടെ മോളാരാ? പാപ്പയുടെ മോളാരാ? സരസ്വതി. പാപ്പയുടെ മോളാരാ? സരസ്വതി ഭയങ്കര ഹാപ്പി. അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പൊ വീണ്ടും ന്യൂസ് എല്ലാം തീർന്നു എന്നുള്ള മട്ടിലാണ് ന്യൂസ് വരുന്നത്. എല്ലാം നിർത്തി എന്നും. എന്തായാലും 2 weeks ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണ് പ്ലാൻ. അപ്പൊ ഏകദേശം ഒരു 2 weeks കഴിയുമ്പോൾ ലീവ് കഴിയും. അപ്പോഴത്തേക്ക് അവിടെ എല്ലാം കൂളാകും. അതിന് മുന്നേ തന്നെ കൂളാകും. അതിന് വിഷ്ണുവിൽ തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാൻ തന്നെ. എപ്പോഴാണെങ്കിലും ഓഫീസ് ഓപ്പൺ ആയാൽ, യൂണിവേഴ്സിറ്റി ഓപ്പൺ ആയാൽ അന്നേരം ഒരാൾ വന്നാണ് ഇരിക്കുന്നു. ഹൈഫൈ കൊടുക്കൂടെ? അപ്ഡേറ്റ്. അതുകൊണ്ട് ഈസ് ഓക്കെ. അപ്പൊ എല്ലാരും ചോദിച്ചു സേഫാണ്. അവിടെ ഉള്ള എല്ലാ ആൾക്കാരും സേഫായിരിക്കട്ടെ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും സേഫ്. അത് ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ആവശ്യത്തിന് വാർണിംഗ്സ് തരും. വളരെ ഒരു ഐഡിയൽ ബെസ്റ്റ് പ്ലേസ് ടു ബി. നോ ഡൗട്ട്. അതെ അതെ, ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ മാത്രം, ഒരുപാട് പേര് എന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ജീവിക്കുന്ന പലവർക്കും നല്ലൊരു ലൈഫും ഒരു എന്തായാലും. അപ്പൊ ഇനി ഇവിടെ 2 ആഴ്ച ഉണ്ട് ആള്. ഇനി വിഷ്ണുവിനെ കുറച്ച് നമ്മള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ. അതെ, അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കാം. സ്പെഷ്യൽ ഇല്ലെങ്കിൽ സാമ്പാറും ചോറും വരും. അതെ, സാമ്പാർ ഫ്രൈ, നെത്തോലി ഫ്രൈ, കന്നിമാങ്ങ അച്ചാർ. അത് കഴിച്ചിട്ട് കുറച്ചാളായി. കുട്ടനാണെങ്കിൽ പക്ഷെ ഇന്ന ഒരു ദിവസത്തേക്കാണ്. നാളെ തിരിച്ചു പോകും. വലിയ ബാംഗ്ലൂരായിരുന്നാണ് ഇപ്പൊ. കുട്ടന്റെ കല്യാണ ആലോചനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്ഡേറ്റ്സ് ആണ്, അതും അപ്ഡേറ്റ്സ് പറയണമല്ലോ. നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജാതകം ചേരുന്നില്ല എന്നുള്ളത് ഒരു വലിയ കടമയാണ്. ശുദ്ധജാതകം അല്ലെ? ശുദ്ധജാതകമുള്ള നല്ല പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് എന്റെ മെയിലിലേക്ക് വിട്ടെ, canteen@gmail.com. ഡീറ്റെയിൽ ഫോൺ നമ്പറൊക്കെ തന്നാൽ ഞാൻ ബന്ധപ്പെടുന്നതാണ്. ഓക്കെ. ഹലോ. പാപ്പയുടെ എല്ലാ ദിവസവും മറ്റേ വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ട്. ഒരു പരിചയക്കുറവൊന്നുമില്ല. ഇത് ഓക്കെ. സരസ്വതി. അപ്പൊ വിഷ്ണുവിനെ കണ്ട ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അല്ലേ? ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ഹാപ്പി. അതാണ്, അത് നല്ലൊരു കാര്യമാണ്. അതാണ് അപ്ഡേറ്റ്. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അനുക്കുട്ടി എത്തിക്കഴിഞ്ഞു. അനുക്കുട്ടി ഏർലി. ഇന്ന് വിഷ്ണു ഉള്ളത് കൊണ്ട് പൊട്ടിക്ക് പോയിട്ട് നേരത്തെ വന്നു. നേരത്തെ എവിടെ? അയ്യോ, അതെങ്ങനെ അതോടെ പറഞ്ഞേ. എപ്പോ എത്തി? വാവ്, നൈസ്. അനുക്കുട്ടി ബൊട്ടിക്ക് അടിപൊളിയായിട്ടാണല്ലോ. ഞാൻ കണ്ടില്ല പോയിട്ട് ഏത് ഡ്രസ്സിലാണ് പോയത്. ഇതേതാണോ? ലേബൽ. വാവ്, ലേബലിന്റെ പുതിയ കളക്ഷൻ. എന്താണ് ഇതിന്റെ പേര് ഇട്ടിരിക്കുന്നത്?
യെസ് അനു നല്ല മെലിഞ്ഞു എന്നാണ് വിഷ്ണുവിൻ്റെ വിലയിരുത്തൽ. ഓ പുടു ലൂസാണ്, അത് ലൂസായി. ഓക്കെ പുടു ഓടി വരും ഓടി വരും ഓടി പുടു പുടുവിൻ്റെ ഡ്രസ്സ് കാണിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. ആ പുടു നൈസ് ഡ്രസ്, ബ്യൂട്ടിഫുൾ ഡ്രസ്, നൈസ് നൈസ്. പാറ്റ് ഫോട്ടോ സംഗീത വലിയ ഇഷ്ടമാണ്. സംഗീത വിളിക്കുന്നത് അബി അബി എന്ന് തന്നെയാണ്. ശശിയില ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സംഗീതാന്ന് ഇപ്പോൾ പേരൊക്കെ പറയുന്നത്. അതെ അതെ. അങ്ങനെ ഫുൾ കുറവായി. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ പോയി. കിച്ചണിൽ കുറച്ച് ബിസി രാത്രിയാണ്. വിഷ്ണുവിന് വേണ്ടി സ്പെഷ്യൽ ചിക്കൻ ഉണ്ട്. ഒരു ചിക്കൻ ഡ്രൈ ഫോമിലുള്ള ഒരു പെരട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു റോസ്റ്റ് ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, ചിക്കൻ ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് മസാലയൊക്കെ മാറിനേറ്റ് ചെയ്തിട്ട് ഇതെന്താ ചെയ്യുക, സവാള ഡീപ് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഇതാണ് പരിപാടി. ചപ്പാത്തിയും ചിക്കനുമാണ് നൈറ്റ്. ഓക്കെ, എന്തായാലും ഇത് നടക്കുന്ന ഒരു സൈഡിൽ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെസിപ്പിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ സാമ്പാർ, തൈര്, ആസ് യൂഷ്വൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ രാത്രിത്തേക്കാണ് ഈ പരിപാടി. ചിക്കൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ, ചിക്കൻ ഇറ്റ്സ് ഓക്കെ, അതാകുമ്പോൾ എളുപ്പമാണ്. ഒരു ചിക്കൻ മതിയല്ലോ. ആക്ച്വലി കറി മാതിരി ചെയ്യാനും വേണമെങ്കിൽ പറ്റും. പക്ഷേ അതിനെക്കുട്ടി കൂടുതലും ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ പരണ്ടിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ മതി. അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമാണല്ലോ. സോ അതാണ് ഇന്നത്തെ മേക്കിങ്. ഓക്കെ, ഉള്ളി വറുത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വറുത്ത് മാറ്റി. ഇനി ബാക്കിയെല്ലാം അവരോട് ചിക്കൻ വെന്ത് കഴിഞ്ഞു ഏകദേശം. പിന്നെ ബാക്കിയെല്ലാം കൂടി ചെയ്തിട്ട് അവരെ ഡിന്നറിന് കൊണ്ടുവയ്ക്കാം, കഴിക്കാം. പൊടുവ ഏത് നിമിഷവും പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ കസ്റ്റഡിയിലാണ്, ഇപ്പോൾ വരും. ഓ കൊതുവാണോ മോനെ? കൊതു 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 എന്ന് പറഞ്ഞു. ചിക്കൻ ഈസ് റെഡി. യെസ്, ഓക്കെ. ടേസ്റ്റി ടേസ്റ്റി. ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ചപ്പാത്തി, ചിക്കൻ എന്താ ഡിഷിന്റെ പേര്? ദിസ് ഈസ് അയ്യോ എന്ത് പറയാ, ഒരു ചിക്കൻ പെരട്ടെന്ന് വിചാരിച്ചോളൂ. നല്ല മണം. ഇറ്റ്സ് നൈസ്. കഴിച്ചിട്ട് പറയാം. അച്ഛനും മോളും കൂടി ഇരുന്നാണ് കഴിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, കൊള്ളാം. ഉപ്പ് കൂടുതലാണോ? അല്ല, കറക്റ്റ്. ഓക്കെ, എല്ലാം പിച്ചി പിച്ചി എടുക്കുന്നു. അയ്യോ സ്വന്തമായിട്ട്. യെസ്, അനുവിന് റൈസ്, വൈറ്റ് റൈസ് അതാണ് ചപ്പാത്തിയെക്കാട്ടിലും അതാണ് ഇഷ്ടം. അതുകൊണ്ട് ചപ്പാത്തി കോമ്പിനേഷൻ. കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഇപ്പോൾ ഒഴിച്ചു ഫോണൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, താങ്ക് യു ബേബി. Okay, tara. Oh, sure. Hi. I'm wearing cinnamon roll. Cinnamon roll. My dress is pink. എന്താ കളർ പോടൂ? My dress is pink. Pink. ഇത് അടുത്ത ആൾ. Wow, rice with chicken. Yes. Full on. Okay, അനുവിൻ്റെ ഫേവറേറ്റ്. അരപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന ചിക്കൻ, അതാണ് അനുവിന് ഇഷ്ടം. പൊന്നിയരിയാണ് റൈസ്. അനുവിന് വൈറ്റ് റൈസാണ് കൂടുതൽ ഇഷ്ടം, അത് കാരണം പൊന്നിയരി. വിഷ്ണു ഇപ്പോഴും പറഞ്ഞോണ്ട് നടക്കുന്നത് നല്ല ചിക്കൻ നല്ല ചിക്കൻ. കുട്ട കമോൺ. കുട്ടൻ ചിക്കൻ കഴിക്കാറില്ല. കുട്ടൻ ചിക്കൻ നിർത്തിയിട്ട് കുറേ ആയി. ആണോ? അയ്യോ, പൊറോട്ട നിർത്തിയോ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കും. അതെ. ഞാനൊരു ബുദ്ധി ചെയ്തു. അതായത് ഈ ചിക്കൻ കുറച്ച് ഓയിൽ കൂടുതലായിരുന്നല്ലോ. ആ ഓയിലിൽ നിന്നൊക്കെ ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടാണ് ചിക്കൻ എടുത്തത്. അപ്പോൾ ആ ഓയിലും അതിൻ്റെ മസാല ആ ചിക്കനിൽ നിന്നിറങ്ങിയ ആ ഒരു എല്ലാം ഉണ്ടായിരുന്നു ടേസ്റ്റ്. കുട്ടൻ ചിക്കൻ്റെ പീസ് കഴിക്കില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോസ് ആ സെയിം ഓയിൽ ആൻഡ് ഗ്രേവിയിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടിയൊക്കെ എക്സ്ട്രാ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് ഇത് കുട്ടന് കഴിക്കാമല്ലോ, ചിക്കൻ കഴിക്കുന്നതിന് പകരം. കുട്ടൻ ഓൾസോ ഓക്കെ. യെസ്. ചപ്പാത്തി റൈസ് ആണെങ്കിൽ റൈസ് ഉണ്ട്. ലൈക്ക് ചപ്പാത്തി.
അങ്ങനെ കുട്ടന് വേണ്ടി സ്പെഷ്യൽ പൊട്ടറ്റോ. കുട്ടമാവ പാർവതി on the phone. ലയ്യ ചേച്ചി ചേട്ടാ ചേച്ചി എല്ലാവരും വീഡിയോ കോൾ. അച്ചുമ്മ അച്ചുമ്മ വന്നോ ഇല്ല അശ്വിനെത്തി. ഓക്കെ അമ്മായി. Well, thank you so much. Thank you for watching and keep on watching Lashmi Nair Vlogs. Love you all.